Dear students, in the last class we learned about how to name the names of coordination complexes. We will learn more rules about it. For example, suppose we want to name bridging ligands. What will we do? Bridging ligands are ligands that bind two metal atoms between two metal atoms in polynuclear complexes. They are always given the prefix mu. If more than one bridging ligand is present, mu is repeated before each bridging group. For example, see this complex that is given here. This is named as mu amido. This is the bridging ligand. This is the other bridging ligand. ആദ്യത്തെ ബ്രിഡ്ജിംഗ് ലിഗാൻഡ് NH2 ആണ്. കണ്ടോ, ഇത് രണ്ട് മെറ്റലാറ്റായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ബ്രിഡ്ജിംഗ് ലിഗാൻഡ് OH ആണ്. അത് രണ്ട് മെറ്റലായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ മ്യൂന്ന് ആഡ് ചെയ്യണം രണ്ടിന്റെയും കൂടെ. അതായത് മ്യൂ അമിഡോ അമോണിയ ആയിരുന്നെങ്കിൽ അമീൻ എന്ന് പറഞ്ഞേനെ. ഇത് NH2 ആയതുകൊണ്ടാണ് അമിഡോ. മ്യൂ അമിഡോ, മ്യൂ ഹൈഡ്രോക്സിഡോ ബിസ് ടെട്രാമീൻ. രണ്ടു പ്രാവശ്യം ടെട്രാമീൻ ഉണ്ട്, അതുകൊണ്ടാണ് ബിസ് ടെട്രാ അമീൻ കൊബാൾട്ട്. അത് രണ്ട് പ്രാവശ്യം ഉള്ളത് കൊണ്ട് അവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത്. രണ്ട് ഭാഗങ്ങൾ കാണാവുന്നതാണ്. ടെട്രാ അമീന് കൊബാൾട്ട് 3 സൾഫേറ്റ്. കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. എന്തെന്നാ 3 ആണ്. 3 വരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ നമ്മൾ ഇത് -2 അമീൻ 0 OH -1 വരും. അങ്ങനെ നമ്മൾ എല്ലാം ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 3 കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് നെയിം. അതുപോലെ വേറൊന്നും കൂടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് അത്. ഇവിടെ H2O എന്ന് പറഞ്ഞ ലിഗാൻഡ് ഉണ്ട്. പക്ഷെ ബ്രിഡ്ജിംഗ് ലിഗാൻഡ് ആയിട്ട് വന്നിരിക്കുന്നത് OH ആണ്. അപ്പൊ പേരെങ്ങനെ വരും? ഡൈ, രണ്ട് പ്രാവശ്യം ഹൈഡ്രോക്സിഡോ ഉണ്ട്, അതുകൊണ്ട് ഡൈ മ്യൂ ഹൈഡ്രോക്സിഡോ ഒക്ട അക്വ. H2O അക്വ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഒക്ട അക്വ ഡൈ അയേൺ, രണ്ട് പ്രാവശ്യം അയേൺ ഉള്ളതുകൊണ്ട് ഡൈ അയേൺ 3 നൈട്രേറ്റ്. അത് നമുക്കറിയാവുന്നതാണ്. NO3യുടെ -1 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. H2O 0, OH മൈനസ്. അപ്പൊ ഇതെല്ലാം ഇട്ട് കൊടുക്കുക. രണ്ട് അയേൺ ഉണ്ട്. -1 ആണെങ്കിൽ രണ്ട് പ്രാവശ്യം ഉണ്ട്. NO3യുടെ -1 NO3 × -2 അങ്ങനെ ചെയ്യണം. OH മൈനസ് അതുപോലെ തന്നെ രണ്ട് പ്രാവശ്യം ഉണ്ട്. അപ്പൊ എല്ലാം കൂടി ഇട്ട്
So dear students, in this class, let us now name some other different type of complexes. For example, complexes which are bridging ligands. Bridging ligands means ligands that bind two metal atoms in polynuclear complexes. They are given the prefix mu. If more than one bridging ligand is present, mu is repeated before each bridging group. For example, consider this complex. How do you name this complex? This complex has two bridging ligands, NH2 and OH. So how do you name it? Mu amido, mu hydroxido. So this is a bridging ligand, this is a bridging ligand. Bis tetraamine. Tetraamine. There are 2 times 4 NH3 groups. So tetraamine cobalt 3 sulfate. The oxidation state is 3. ടെട്രാമീൻ എന്ന് പറഞ്ഞ ഭാഗം മാത്രം ബ്രാക്കറ്റിൽ ഇട്ടിരിക്കാൻ കാരണം അത് 2 പ്രാവശ്യം ഉള്ളതുകൊണ്ടാണ് ബിസ് എന്ന് വന്നിരിക്കുന്നത്. ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ നല്ല എളുപ്പമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൾഫേറ്റ് -2 ആണ്. -2 × 2 വരും, -4 വരും. പിന്നെ അമീനൊക്കെ 0 ആണ്. ഓക്സിഡേഷൻ നമ്പർ എല്ലാവർക്കും അറിയാവുന്ന. NH2ന്റെ -1 OH- ന്റെ -1. അങ്ങനെ ടോട്ടലായിട്ട് -6 വരും. പിന്നെ 2 കൊബാൾട്ടിനാണ് ഈ -6 ചാർജ് വരുന്നത്. അപ്പൊ ഒരു കൊബാൾട്ടിന് എന്താ പറയാ 2 കൊബാൾട്ടിനും കൂടെ +6 ചാർജ് വരും. അപ്പൊ ഒരു കൊബാൾട്ടിന് വരാൻ പോണത് +3 ചാർജ് ആണ്. അതാണ് 3 എന്ന് ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് വേറൊരു കോംപ്ലക്സ് നെയിം ചെയ്യാം. ഇതാണ് ആ കോംപ്ലക്സ്, അയണിന്റെ കോംപ്ലക്സ് ആണ്. ഇവിടെ ബ്രിഡ്ജിംഗ് ലിഗാൻഡ് OH ആണ്. OH എന്ന് പറയുമ്പോൾ ഹൈഡ്രോക്സിഡോ വരും. അപ്പൊ അത് 2 പ്രാവശ്യം ഉള്ളതുകൊണ്ട് 2 പ്രാവശ്യം പറയണം. ഡൈമ്യൂ ഹൈഡ്രോക്സിഡോ ഒക്ട അക്വ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 പ്രാവശ്യം അക്വ ഗ്രൂപ്പ് ഉണ്ട്. ഒക്ട അക്വ അയൺ 3 നൈട്രേറ്റ് അങ്ങനെ നെയിം ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ എന്ന് വെച്ചാൽ ടെട്രാ അക്വ അയണിനെ നമുക്ക് ബിസ് അങ്ങോട്ട് വിളിക്കാം. ടെട്രാ അക്വ അയൺ 3നെ ബിസ് എന്ന് വിളിച്ച് അങ്ങനെ നെയിം ചെയ്യാം. അതും എളുപ്പമാണ്. ഡൈമ്യൂ ഹൈഡ്രോക്സിഡോ ബിസ് ടെട്രാ അക്വ അയൺ 3 നൈട്രേറ്റ് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ നെയിം ചെയ്യാവുന്നതാണ്. 3 ഓക്സിഡേഷൻ നമ്പർ വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ 3 അല്ല ഇവിടെ ഓക്സിഡേഷൻ, ഇവിടെ തെറ്റുണ്ട്. ഇവിടെ 3 അല്ല ഓക്സിഡേഷൻ നമ്പർ, ഒരു 2 ആണ്. കാരണം എന്താ, NO3ക്ക് -1 ആണ്. NO3ക്ക് -1 ആയതുകൊണ്ട് -1 × 2 എന്ത് വരും? -2 വരും. വാട്ടർ 0 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. പിന്നെ OH ഉണ്ട്, 2 പ്രാവശ്യം OH ഉണ്ട്. അപ്പൊ -1 ആണ്. അപ്പൊ -1 2 പ്രാവശ്യം ഉള്ളതുകൊണ്ട് -2. അപ്പൊ -2 + -2 -4 വരും. അപ്പൊ -4ന്റെ ചാർജ് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി 2 അയണിനും കൂടെ +4 ചാർജ് വരും. +4 ചാർജ് 2 അയണിന്റെയും കൂടെ ചാർജ് ആണ്. അപ്പൊ ഒരു അയണിന്റെ ചാർജ് എന്തായിരിക്കും? +2 ആയിരിക്കും. അതുകൊണ്ട് 2 ആണ് ഇവിടെ വരേണ്ടത്. ഇവിടെ അതൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ബ്രാക്കറ്റിൽ 2 ആണ് വരിക. അപ്പൊ ഇങ്ങനെയാണ് ബ്രിഡ്ജിംഗ് ലിഗാൻഡ്സ് നെയിം ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. 2 വിധത്തിൽ നമുക്ക് നെയിം ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ബ്രാക്കറ്റ് ഇട്ടിട്ട് എന്താ പറയാ മെറ്റൽ ആറ്റം 2 പ്രാവശ്യം വരുന്നത് 2 പ്രാവശ്യം ബിസ് എന്ന് പറയാവുന്നതാണ്. അല്ലെങ്കിൽ ഓരോന്നും എണ്ണി ഇതുപോലെ കാണിച്ചിരിക്കുന്നത് ഹൈഡ്രോക്സിഡോ ഒക്ട അമീന് അങ്ങനെയും നെയിം ചെയ്യാം. 2 ടൈപ്പ് നെയിം ചെയ്താലും കറക്റ്റ് ആണ്. അടുത്ത ടൈപ്പ് നെയിമിംഗ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആംബിഡെന്റേറ്റ് ലിഗാൻഡ് ആണ്. ആംബിഡെന്റേറ്റ് ലിഗാൻഡ് പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ലിഗാൻഡ് വിച്ച് ക്യാൻ പോസിബിളി കോർഡിനേറ്റ് ദ സെൻട്രൽ മെറ്റൽ ആറ്റം ത്രൂ എനി വൺ ഓഫ് ഇറ്റ്സ് ഡിഫറെന്റ് ഡോണർ ആറ്റംസ്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റം അല്ലെങ്കിൽ ഒരു ലിഗാൻഡിൽ തന്നെ 2 ഡോണർ ആറ്റം ഉണ്ടാവും. 2 തരത്തിലുള്ള ഡോണർ ആറ്റം, 2 ടൈപ്പ് ഡോണർ ആറ്റം ഉണ്ടാവും. 2 ടൈപ്പ് വഴിയും എന്താ പറയാ ബോണ്ട് ചെയ്യാൻ പറ്റുന്നവരെയാണ് നമ്മൾ ആംബിഡെന്റേറ്റ് ലിഗാൻഡ്സ് എന്ന് വിളിക്കുന്നത്. ഇതെന്താന്ന് അടുത്ത സ്ലൈഡിൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ നോക്കിക്കേ, NO2- ഓക്സിജനും ഡോണറാണ്, നൈട്രജനും ഡോണറാണ്. അപ്പൊ നൈട്രജൻ വഴിയാണ് ബോണ്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ നൈട്രിറ്റോ എന്ന് വിളിക്കണം. ഓക്സിജൻ വഴിയാണ് ബോണ്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ നൈട്രിറ്റോ O എന്ന് വിളിക്കണം. അപ്പൊ 2 ഡിഫറെന്റ് ലിഗാൻഡ് ആയി മാറി. വേറൊരു എക്സാമ്പിൾ അങ്ങനത്തെ ആംബിഡെന്റേറ്റ് ലിഗാൻഡ് എക്സാമ്പിൾ തയോസൈനേറ്റ് അയോൺ ആണ്. തയോസൈനേറ്റ് അയോണിന്റെ ഫോർമുല HCN- ആണ്. ഇവിടെ 2 ഡോണർ ആറ്റംസ് ഉണ്ട്. ഒന്ന് സൾഫറും ഒന്ന് നൈട്രജനും ആണ്.
അപ്പൊ സൾഫർ വഴിയാണ് ബോണ്ട് ചെയ്യണമെങ്കിൽ അതിനെ വിളിക്കുന്നത് തയോസൈനറ്റോ എസ്. നൈട്രജൻ വഴിയാണ് ബോണ്ട് ചെയ്യണമെങ്കിൽ തയോസൈനറ്റോ എൻ. പണ്ട് ഇതിനെ വിളിച്ചുകൊണ്ടിരുന്നത് തയോസൈനറ്റോ എസിന് തയോസൈനറ്റോ എന്നും തയോസൈനറ്റോ എന്നിന് ഐസോ തയോസൈനറ്റോ എന്നും വിളിച്ചിരുന്നു. അപ്പൊ ആ നെയിമിനെ ഉപയോഗിക്കാറില്ല അധികം. അപ്പൊ ഇങ്ങനെ നെയിം ചെയ്യണം, ആംബിഡെന്റിറ്റ് ആകുമ്പോൾ എങ്ങനെ നെയിം ചെയ്യണേ നമുക്ക് നോക്കാം. കുറച്ച് കോംപ്ലക്സസ് CO NO2 NH3 SO4. അപ്പൊ ഇതെന്ത് വരും? പെന്റ അമീൻ നൈട്രിറ്റോ എൻ കൊബാൾട്ട് 3 സൾഫേറ്റ്. കാരണം എന്താ, ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അമീൻ ആദ്യം വന്നു, പിന്നെ മെറ്റലിന്റെ പേര് നൈട്രിറ്റോ എൻ. അടുത്തത് COONO NH3 SO4. അതിന്റെ തന്നെ എന്താ പറയാ, വേറൊരു ഡോണർ ആറ്റം വെച്ച് ലിഗേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ എന്ത് പേര് അവിടെ മാത്രം മാറ്റിയാൽ മതി. പെന്റ അമീൻ നൈട്രിറ്റോ O. മുകളിൽ നൈട്രിറ്റോ N ആയിരുന്നു, നൈട്രിറ്റോ O കൊബാൾട്ട് 3 സൾഫേറ്റ്. അടുത്ത എക്സാമ്പിൾ PTSCN6 2- ആണ്. അപ്പൊ ഇതിന്റെ പേര് എന്ത് വരും? എക്സാ തയോസൈനറ്റോ എസ് പ്ലാറ്റിനേറ്റ് 4 ആണ് വാലൻസി വരിക. തയോസൈനറ്റോന്റെ -1 ആയതുകൊണ്ട്. പ്ലാറ്റിനേറ്റ് അയോൺ. മറ്റേത് എന്ത് വരും? PTNCS 6 times 2-. അതാണ് എന്ത് വരും? എക്സാ തയോസൈനറ്റോ എൻ പ്ലാറ്റിനേറ്റ് അയോൺ. സ്റ്റീരിയോ ഐസോമേഴ്സ് ആയിട്ടുള്ളവരെ ഇപ്പൊ നമ്മൾ ബ്രിഡ്ജിങ് ലിഗാൻസ് കണ്ടു, പിന്നെ ആംബിഡെന്റേറ്റ് ലിഗാൻസ് കണ്ടു. ഇനി സ്റ്റീരിയോ ഐസോമേഴ്സിനെ എങ്ങനെ നെയിം ചെയ്യാന്ന്. സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ ഗ്രൂപ്പ് ഒരു മെറ്റൽ ആറ്റത്തിന്റെ സെയിം സൈഡിൽ തന്നെ വരുവാണെങ്കിൽ നമ്മൾ അതിനെ സിസ് എന്ന് വിളിക്കും. വേറെ ഗ്രൂപ്പുകളാണ് സെയിം സൈഡിൽ വന്ന, അല്ലെങ്കിൽ ഒരേ ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് സൈഡിൽ വരുവാണെങ്കിൽ നമ്മൾ അതിനെ ട്രാൻസ് എന്ന് വിളിക്കും. The prefixes cis and trans are used to designate adjacent and opposite location of ligands while naming geometrical isomers. Consider the examples of PT-NH3 twice Cl2. ഇവിടെ നോക്കുക, ഇവിടെ എന്താണ്? രണ്ട് അമീനും ഒരേ സൈഡിൽ വന്നിട്ടുണ്ട്, രണ്ട് ക്ലോറിനും ഒരേ സൈഡിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പേര് എന്ത് വരും? സിസ് എന്ന് ഇടണം. സിസ് ഡൈ അമീൻ ഡൈ ക്ലോറിഡോ പ്ലാറ്റിനം. ന്യൂട്രൽ ലിഗൻഡ് ആയതുകൊണ്ട് പ്ലാറ്റിനം അവസാനിപ്പിക്കാം. അടുത്തത് ഇത് നോക്കുക, ട്രാൻസ് ഡൈ അമീൻ ഡൈ ക്ലോറിഡോ പ്ലാറ്റിനം. അതാണ് അടുത്തതിന്റെ പേര്. അങ്ങനെ നെയിം ചെയ്യേണ്ടതായിട്ട് വരും. ചില സമയത്ത് ഡിയും പ്ലസും ഡിയും എല്ലും പ്രിഫിക്സ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഡെക്സ്ട്രോ റൊട്ടേറ്ററി അല്ലെങ്കിൽ ലീവോ റൊട്ടേറ്ററി ഒക്കെ ആണെങ്കിൽ അത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി കുറച്ചും കൂടെ എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് നോക്കാവുന്നതാണ്. ഇതാണ് കോംപ്ലക്സ് CONH3 4Cl NO2Cl. നമുക്കറിയാവുന്നതാണ്. ആദ്യത്തെ ഭാഗത്തിന്റെ കാറ്റിയോൺ പാർട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടത് കാറ്റിയോൺ പാർട്ട്, രണ്ടാമത്തെ പാർട്ട് ആനിയോൺ പാർട്ടാണ്. ഇതിനെങ്ങനെ നെയിം ചെയ്യുക? ആദ്യം കാറ്റിയോൺ പാർട്ട് എടുക്കുക. കാറ്റിയോൺ പാർട്ടിൽ തന്നെ ഏതാണ് ആദ്യം നെയിം ചെയ്യുന്നത്? ലിഗാൻഡ്. ലിഗാൻഡ് തന്നെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ വരുന്ന ലിഗാൻഡ് ആദ്യം, അത് അമീൻ ആണ്. അതിന്റെ ടെട്രാന്ന് അതിന്റെ കൂടെ ഇട്ടു, പിന്നെ ക്ലോറിഡോ വന്നു, പിന്നെ നൈട്രിറ്റോ എൻ വന്നു. ഇതാണ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ വരിക. അപ്പൊ ടെട്രാ അമീൻ ക്ലോറിഡോ നൈട്രിറ്റോ എൻ കൊബാൾട്ട്. ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. കാരണം എല്ലാം നോക്കിയാൽ മതി. Cl -1 ആണ്, NO2 -1, Cl -1, NH3 ആണെങ്കിൽ 0. അപ്പൊ +3 വന്നു, അതുകൊണ്ടാണ് ഇതിന് 3 എന്ന് ഇട്ടിരിക്കുന്നത്. ഒരിടത്തും സ്പേസ് ഇടേണ്ട ആവശ്യമില്ല. ആയിക്കൂടി സ്പേസ് ഇടേണ്ട സ്ഥലം ഇവിടെ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം അടുപ്പിച്ച് അങ്ങോട്ട് എഴുതാവുന്നതാണ് പേരിൽ. ഓക്കെ, അടുത്ത നെയിമാണ് K3CrOx ത്രൈസ്. ഇതെങ്ങനെ നെയിം ചെയ്യാം? ഇത് ഇതിന്റെ ആനയോൺ പാർട്ടാണ് കോംപ്ലക്സ് ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട ഭാഗം കണ്ടാൽ മനസ്സിലാവും അത് ആനയോൺ പാർട്ടാണ്. അപ്പൊ ആദ്യത്തെ പാർട്ട് സാധാരണ പോലെ നെയിം ചെയ്യുക. പൊട്ടാസ്യം പേര് കൊടുക്കുക. പിന്നെ ഓക്സലേറ്റ് ആണ് ഇവിടുത്തെ ലിഗാൻഡ്. അപ്പൊ അത് ആദ്യം നെയിം ചെയ്യുക. അത് 3 പ്രാവശ്യം ഉള്ളതുകൊണ്ട് ട്രിസ് ട്രിസ് അല്ലെങ്കിൽ ട്രൈ എന്നിട്ടാൽ മതി. ട്രിസ് എന്നിട്ടാലും കുഴപ്പമില്ല. ട്രിസ് ഓക്സലേറ്റോ ക്രോമേറ്റ് 3 എന്ന് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഓക്സലേറ്റിന്റെ -2 വരും, -2 ഇൻറ്റു 3 6 വരും. പിന്നെ പുറത്ത് ഇവിടെയാണെങ്കിൽ +3 ഉണ്ട്. ഒരു പൊട്ടാസ്യത്തിന്റെ +1 ആണ്. അപ്പൊ 3 പൊട്ടാസ്യത്തിന്റെ +3 വരും. അപ്പൊ ക്രോമിയത്തിന് 3 വരും. ഓക്കെ, അപ്പൊ അതാണ്. എക്സിറ്റ് ചെയ്ത് നോക്കിയാൽ മതി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. അപ്പൊ ഇതിന്റെ പേര് നോക്കിയ പൊട്ടാസ്യം ട്രിസ് ഓക്സലേറ്റോ ക്രോമേറ്റ് 3. ഇവിടെ മാത്രം ഇത്തിരി സ്പേസ് വരണം, ബാക്കിയെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് എഴുതുക. ലിഗാൻഡിന്റെ പേരിട്ട് അവിടെ വേണമെങ്കിൽ ഒരു ബ്രാക്കറ്റ് ഇടാം. ട്രിസ് എഴുതിയേക്കണ ഒരു ബ്രാക്കറ്റ് ഇടുന്നത് കുറച്ച് നല്ലതായിരിക്കും. അടുത്ത പേര്, ഈ കാറ്റയോന്റെ ഈ കോംപ്ലക്സിന്റെ പേര് കാറ്റയോൺ പാർട്ടൺ കോംപ്ലക്സ് ആണ്, ആനിയോൺ പാർട്ടൺ കോംപ്ലക്സ് ആണ്. രണ്ട് ഭാഗം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് കാറ്റയോൺ പാർട്ടും ആനിയോൺ പാർട്ടും കോംപ്ലക്സ് ആയിട്ട് വരുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെ നെയിം ചെയ്യണം നോക്കാം. AgNH3 ട്വൈസ്, AgCN ട്വൈസ്. അപ്പൊ ഈ ആദ്യത്തെ പാർട്ടിന് കാറ്റയോണിന്റെ റൂൾസ് ഉപയോഗിക്കുക, രണ്ടാമത്തെ പാർട്ടിന് ആനിയോൺ പാർട്ടിന്റെ റൂൾസ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ പാർട്ട് ആദ്യം നെയിം ചെയ്യാം. കാറ്റയോൺ പാർട്ടാണ് എപ്പോഴും ആദ്യം നെയിം ചെയ്യേണ്ടത്. അതെന്ത് വരും? അതിന്റെ ലിഗാൻഡിന്റെ പേരാണ് ആദ്യം എഴുതേണ്ടത്. അത് അമീൻ ആണ്. അത് എത്ര പ്രാവശ്യം ഉണ്ട്? ഡൈ ഉണ്ട്. ഡൈ അമീൻ സിൽവർ 1. രണ്ടാമത്തെ പാർട്ട് എന്താ വരിക? ആനിയോൺ പാർട്ടാണ്. അതില് ആദ്യം ലിഗാൻഡിന്റെ പേര് എഴുതുക. ഡൈ സൈനിഡോ. ഏജിയുടെ പേര് അർജന്റം എന്നാണ്. അപ്പൊ അർജന്റേറ്റ്, ഡൈ സൈനിഡോ അർജന്റേറ്റ് 1. അങ്ങനെ പേര് വരും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആനിയോൺ പാർട്ട് ആവുമ്പോ മാത്രം 8 ആഡ് ചെയ്യണം. അത് ചിലവരുടെ ലാറ്റിൻ നെയിമിന്റെ കൂടെയാണ് 8 ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഡൈ അമീൻ സിൽവർ 1, ഡൈ സൈനിഡോ അർജന്റേറ്റ് 1. ഇവിടെ സ്പേസ് ഉപയോഗിക്കേണ്ടത് ഇവിടെ മാത്രം മതി. സ്പേസ്, അതായത് ആനിയോൺ പാർട്ട് കാറ്റയോൺ പാർട്ട് എഴുതിയിട്ട് സ്പേസ് വിട്ടിട്ട് ആനിയോൺ പാർട്ട് എഴുതുക. ഇവിടെ ഓക്സിഡേഷൻ നമ്പറിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് പറഞ്ഞുതരാം. CN എന്ന് പറയുന്നത് -1 ആണ്. അപ്പൊ 2 പ്രാവശ്യം CN ഉള്ളതുകൊണ്ട് -1 × 2 -2 വരും. NH3യുടെ ചാർജ് ഇല്ല, അത് 0 ആണ്. അപ്പൊ അതിനെ നോക്കേ വേണ്ട. പിന്നെ അപ്പൊ ഈ -2 എന്ന് പറഞ്ഞ ചാർജ് ഈ 2 സിൽവറിലുമാണ് വരുന്നത്. 2 സിൽവറിനും കൂടെ +2 വരും. +2 വരുമ്പോ ഒരു സിൽവറിന്റെ ചാർജ് 1 ആയിരിക്കും. അടുത്തത് വേറൊരു കോംപ്ലക്സ്, വേറൊരു ടൈപ്പ് കോംപ്ലക്സ് നെയിം ചെയ്യാം. നോൺ അയോണിക് കോംപ്ലക്സ് അല്ലെങ്കിൽ ന്യൂട്രൽ കോംപ്ലക്സ്. ഈ കോംപ്ലക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൊത്തം സ്ക്വയർ ബ്രാക്കറ്റിലാണ്. അതായത് ഇതിന് ആനിയോൺ പാർട്ടുമില്ല, കാറ്റയോൺ പാർട്ടുമില്ല. മൊത്തം ഇതൊരു എന്താ പറയാ, കാറ്റയോൺ പാർട്ടിന്റെ നെയിമിങ്ങിന്റെ റൂൾസ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത്. കാറ്റയോൺ പാർട്ട് എങ്ങനെ നെയിം ചെയ്യണം അതുപോലെ തന്നെ 8 ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാറ്റയോണിന്റെ റൂൾസ് ഉപയോഗിക്കുക കാറ്റയോൺ പാർട്ടിന്റെ. അപ്പൊ ഇത് PTNH3 4Cl2 ആണ്. 2 ലിഗാൻസ് ഉള്ളതുകൊണ്ട് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ചെയ്യുക. അപ്പൊ അമീനാണ് ആദ്യം വരിക. ടെട്രാ അമീൻ ഡൈക്ലോറിഡോ. ഇനി പ്ലാറ്റിനം അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. കാറ്റയോൺ പാർട്ട് നമ്മൾ അങ്ങനെയല്ലേ നെയിം ചെയ്യുക. നമ്മൾ 8 ആഡ് ചെയ്യാറില്ല, വെറുതെ പ്ലാറ്റിനം എന്ന് പറയാ. സ്ക്വയർ ബ്രാക്കറ്റിൽ നമ്മൾ റോമൻ ന്യൂമറൽസിൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ ഇടണം. ഓക്സിഡേഷൻ നമ്പർ എന്ത് വരും? അമീന് 0 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ക്ലോറിന്റെ -1 ആണ്. അപ്പൊ -1 × 2 -2 വരും. അപ്പൊ പ്ലാറ്റിനം എന്ത് വരും? +2 വരും. അതാണ് പേര് ഇങ്ങനെ വന്നത്. ടെട്രാ അമീൻ ഡൈക്ലോറിഡോ പ്ലാറ്റിനം 2. ഒരു സ്ഥലത്തും സ്പേസിന്റെ ആവശ്യമില്ല. ഇതാണ് ന്യൂട്രൽ കോംപ്ലക്സിന്റെ. അപ്പൊ എല്ലാ കോംപ്ലക്സിന്റെയും നെയിമിംഗ് നമ്മൾ കണ്ടു. അതായത് കാറ്റയോൺ പാർട്ട് കോംപ്ലക്സ് ആയിട്ട് വരുമ്പോൾ എങ്ങനെ നെയിം ചെയ്യണം, ആനിയോൺ പാർട്ട് കോംപ്ലക്സ് ആയിട്ട് വരുമ്പോൾ എങ്ങനെ നെയിം ചെയ്യണം, കാറ്റയോൺ പാർട്ടും ആനിയോൺ പാർട്ടും കോംപ്ലക്സുകളായിട്ട് എങ്ങനെ വരുമ്പോൾ എങ്ങനെ നെയിം ചെയ്യണം. ഇനി നോൺ അയോണിക് ആയിട്ട് കോംപ്ലക്സ് അല്ലെങ്കിൽ ന്യൂട്രൽ കോംപ്ലക്സ്, കാറ്റയോൺ പാർട്ട് ആനിയോൺ പാർട്ട് ഇല്ലാത്ത കോംപ്ലക്സും എങ്ങനെ നെയിം ചെയ്യണം എന്ന് ഇപ്പൊ പഠിച്ചു. ഇനി ഇത് എക്സാമ്പിൾസ് ആണ്. ഇത് തന്നെ ചെയ്ത് നോക്കുക, നോട്ട്ബുക്കിൽ തന്നെ ചെയ്ത് നോക്കുക. എക്സാമ്പിൾസ് ആണിത്. കുറെ Na2NiCl4 ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് ആണോ നോക്കിയാൽ മതി. PTNH3 ട്വൈസ് Cl4, FeCO5, NH4 ട്വൈസ് NiC2O4 ട്വൈസ് H2O twice, AgNH3 twice, AgCN twice.
ആൻസേഴ്സ് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പറയാം. ആദ്യത്തെ ആൻസർ എന്ത് വരും? സോഡിയം ടെട്രാ ക്ലോറോ നിക്കലേറ്റ് 2 വരും. രണ്ടാമത്തെ ആൻസർ നമ്മളിപ്പോ ഏകദേശം ചെയ്തത്, അത് വീണ്ടും വന്നിട്ടുണ്ട്. ഡൈ അമീൻ ടെട്രാ ക്ലോറോ പ്ലാറ്റിനം 4 വരും. കാരണം ഈ ക്ലോറിന് മാത്രമുള്ള അമീന്റെ 0 ആണ് ഓക്സിഡേഷൻ നമ്പർ, അതുകൊണ്ടാണ് പ്ലാറ്റിനം 4 വന്നത്. FeCO5 എങ്ങനെ നെയിം ചെയ്യും? പെൻഡാ കാർബണൈൽ അയൺ 0. കാരണം എന്താ, ഇത് എന്തുകൊണ്ട് അയൺ 0 ആയത്? ഓക്സിഡേഷൻ നമ്പർ കാർബണൈൽ ഗ്രൂപ്പിന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. അപ്പൊ ഇതിന്റെ 0 ആയതുകൊണ്ട് ഇത് ഓട്ടോമാറ്റിക്കലി 0 ആയി, അയണും 0 ആയി. ഇതെങ്ങനെ നെയിം ചെയ്യും? ഇതിന്റെ ആനിയോൺ പാർട്ടാണ് കോംപ്ലക്സ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെ നെയിം ചെയ്യും? ആദ്യം അമോണിയം സാധാരണ പോലെ പേര് പറയാം. അമോണിയം ക്ലോറൈഡ് എന്ന് തന്നെ നമ്മൾ അമോണിയം എന്നല്ല ആദ്യം പേര് പറയുന്നത്, അതുപോലെ തന്നെ അമോണിയം എന്ന് പറയാ. പിന്നെ നമ്മൾ ആനിയോൺ പാർട്ട് നെയിം ചെയ്യാൻ പോവാണ്. ആനിയോൺ പാർട്ട് നെയിം ചെയ്യുമ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ലിഗാൻസിന്റെ പേര് ആദ്യം പറയാം. ഡൈ അക്വ ബിസ് ഓക്സലേറ്റോ നിക്കലേറ്റ് 2 ബ്രാക്കറ്റിൽ 2, കാരണം ഓക്സിഡേഷൻ നമ്പർ 2 ആണ്. എക്സെറ്റ് നോക്കിയാൽ മതി. ഇത് നോക്കിക്കേ, ഈ കോംപ്ലക്സിന്റെ പ്രത്യേകത 2 ഭാഗവും കോംപ്ലക്സ് ആണ്. ആനിയോൺ പാർട്ടും കാറ്റിയോൺ പാർട്ടും കോംപ്ലക്സ് ആണ്. അപ്പൊ എങ്ങനെ നെയിം ചെയ്യണമെന്ന് പഠിപ്പിച്ചതാണ്, അത് വെച്ചിട്ട് പറയാം. ഡൈ അമീൻ സിൽവർ 1, ഡൈ സൈനോ അർജന്റേറ്റ് 1. ഓൾറെഡി നമ്മൾ കൺസിഡർ ചെയ്ത എക്സാമ്പിൾ തന്നെയത്, ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഹോംവർക്ക് ആയിട്ട് ഇത് ചെയ്യുക. ക്യാൻ യു ഗിവ് ദ മോളിക്കുലർ ഫോർമുലാസ് ഓഫ് ദ ഫോളോയിങ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്? ഇതിന്റെ മോളിക്കുലർ ഫോർമുല എഴുതി നോക്കുക, കിട്ടണ്ടോ എന്ന് നോക്കുക. എക്സാമീൻ അയൺ 3 നൈട്രേറ്റ്, വളരെ എളുപ്പമാണ് എഴുതാൻ. അമോണിയം ടെട്രാ ക്ലോറോ കുപ്രേറ്റ് 2, സോഡിയം മോണോ ക്ലോറോ പെന്റാസൈനോ ഫെറേറ്റ് 3, പൊട്ടാസ്യം എക്സാ ഫ്ലൂറോ കൊബാൾട്ടേറ്റ് 3. ഇത് ക്ലാസ്സിൽ എഴുതി നോക്കി നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. അടുത്ത ക്ലാസ്സിൽ ഞാൻ ആൻസേഴ്സ് പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് ഹോംവർക്ക്. ഇത് ചെയ്ത് നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. അത് മാത്രമല്ല ടെക്സ്റ്റിൽ കുറേ നെയിമിങ്ങിന് ഉള്ള കോംപ്ലക്സസ് കൊടുത്തിട്ടുണ്ട്, അത് ചെയ്യുക, അത് ചെയ്ത് നോക്കുക. ഒരു 20 എണ്ണെങ്കിലും ഉണ്ടാവും. ഒരു 20 കോംപ്ലക്സിന് നെയിമിങ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നെയിം ചെയ്യുക, എന്നിട്ട് നോട്ട്ബുക്കിൽ എഴുതുക. ഓക്കെ.